സംഭവം കാണിച്ചതാ സലീമക്കന്റെ വ്ളോഗ് കണ്ടാണ്ടേ എന്നൊക്കെ ചോദിച്ചു നോക്കി. സലീമക്ക സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടായി? ചിക്കൻ ചൂടുന്നത് എന്തായി അവിടെ അത് സെറ്റായി കൊണ്ടിരിക്കാണ്. അവിടെ ആയില്ല സെറ്റാക്കാനുള്ളൂ. ടൗസർ വേറല്ലോ. അല്ല ഞാൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അതിവിടെ തോരൻ വെച്ചിട്ട് അത് എപ്പോഴും തുടങ്ങൂല. നമുക്ക് ചിക്കൻ ചുടുമ്പോളേ നമ്മളെ വെക്കാം, ഗ്രില്ല് വെക്കാം. ഇപ്പൊ നല്ല കുടിയില് ചുടുമ്പോളേ മാറ്റിട്ട് ചുടുമ്പോ ഗ്രില്ല് വെക്കാം ടൗസർ ഉണങ്ങാന്. ആയിക്കോട്ടെ. നമ്മള് എന്താണ് ഗ്രില്ലിങ്ങിലുള്ള സെറ്റപ്പുകൾ നോക്കിക്കൊണ്ടിരിക്കാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കോഴി ചുടുന്ന പരിപാടിയാണ്. നമ്മളെ ബോസുകൾ രണ്ടാളുണ്ട് ഇവിടെ. നമ്മളെ റഷീദാക്കുണ്ട്. റഷീദാക്കിണ്ട്. പിന്നെ നമ്മളെ നമ്മളെല്ലാ കാര്യങ്ങളും ഫുള്ള് സെറ്റപ്പ് തീ ഉണ്ടാക്കിയോണ്ട് കോഴി ചൂടാനുള്ള പരിപാടിയാണ്. നമ്മൾ റഷീദ് അവിടെ നിൽക്കണേ തൊട്ടടുത്ത് റഷീദാണ്. എന്താ പറയാ നമ്മുടെ നാട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നമ്മുടെ റിസോർട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഉള്ളിലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളെ ഫുഡ് കൂടി കഴിച്ചു നോക്കി നിങ്ങള്. ഫുഡിനെ കുറിച്ച് ഒന്നും പറയല്ല. രാത്രിക്കത്തെ ഫുഡ് കഴിക്കണം നിങ്ങള്. രാത്രിക്കത്തെ ഫുഡ് കഴിച്ചാൽ ഇപ്പൊ സൗണ്ട് കേട്ടോ. എന്താ ആനന്റെ ഇപ്പൊ വരും നോക്കിക്കോളി. കുറച്ച് അവിടെ ആനത്തും എത്തും. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആന ഇവിടെ ഫോറസ്റ്റുകാർ പൊട്ടാസ് കിട്ടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓടിക്കാണ്ട് മേലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതും കൂടി ഉണ്ട്. അടിയിൽ കിടക്കുന്നുണ്ട്. നമ്മളെ അതായത് ആനന്റെ സൗണ്ട് കേട്ടിരിക്കുന്ന റസിക്ക പറഞ്ഞത് നമുക്കറിയില്ല. നമ്മൾ വന്നിപ്പം നിന്ന് വന്നിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ റിയാക്ഷൻ നമുക്കറിയില്ല. സേഫ്റ്റിയാണ്. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇബ്രാഹിക്കുണ്ട്, റഷീദക്കുണ്ട്. അഥവാ നമ്മൾ കൂട്ടോട്ടുണ്ടെങ്കിൽ ഇറച്ചിയൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ? അത് മതി. അത് മതി. പിന്നെ റസിയൊക്കെ പറയണം എവിടെ ഓടണം. ഈ ദേശത്ത് വഴി നമുക്ക് അറിയാം. ആന ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്തും പ്രായം ചോദിക്കണം. പുള്ളി കയറട്ടെ ചോദിക്കണം. അപ്പൊ ആ ധൈര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ധൈര്യത്തിലൊന്നും. ഓക്കെ. അപ്പൊ റസിയാക്കാന്റെ ധൈര്യം നമ്മൾ ഇബ്രാഹിക്കാന്റെ സെറ്റപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതായത് ഓടി ഞങ്ങൾക്ക് പരിചയമില്ല. കൂട്ടോട് ഞങ്ങൾ ഓടും. അത് ഒറ്റ ഓടിക്കാണ്ട് ഒരിക്കലും ഞങ്ങൾ പോകില്ല. കാരണം ഇതിന് വഴി ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ സെറ്റപ്പ് ഇതാക്കുന്ന റഷ്യ നമ്മളെ ഇബ്രാഹിക്കാന്റെ നല്ല തീയോണ്ടാണ് കളി. ഇബ്രാഹിക്ക് തീയോണ്ടാണ് കളി. അപ്പൊ നിങ്ങൾ പരിചയപ്പെടും റഷ്യക്കാനെ. നമുക്ക് എല്ലാ സെറ്റപ്പും ചെയ്തുന്ന റഷ്യക്ക് കേട്ടോ. ഇവിടെ വന്നിട്ട് എല്ലാ ധൈര്യം തരുന്നതും ഭക്ഷണം ഒക്കെ എല്ലാവരും ഇബ്രാഹിക്കും റഷ്യക്കാണ് നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്. അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം അടിപൊളി. ഇനിയിപ്പോ രാത്രിക്കത്തെ ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് കഴിച്ചിട്ട് അറിയാം. അത് നമുക്ക് ശേഷം സ്ക്രീനിൽ വൈകുന്നേരത്തെ ഭക്ഷണം അല്ലേ? നല്ല പൊട്ടല പൊട്ടണം. ഇതിപ്പോ ഈ ഫുള്ള് കളർ അതിന് ശേഷം ഞാൻ ഇത് എടുക്കുള്ളൂ. ആയിക്കോട്ടെ. മറ്റേതൊന്നല്ലോ മറ്റേ പുക വരും. പുക ചോദിക്കും. പിന്നെ ഫുള്ള് വെച്ചാൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മളെ ഹോം സ്റ്റേയുടെ ഒരു ആംബിയൻസ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ആംബിയൻസ് ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഗാർഡനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2 നില ഹോം സ്റ്റേ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടോ? അത് വേറെ ലെവലാണ്. ഉള്ളിൽ കയറൂലേ. ഇപ്പൊ എത്ര അടി ദൂരത്ത് ആന നിക്കണേ? ആനപ്പ നമുക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന്റെ അടുത്ത്. 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 1/4 കിലോമീറ്റർ. ഫോറസ്റ്റുകാർ പട്ടാസ് റഷ്യക്ക് അറിയോ? ഇത് നിങ്ങൾക്ക് ഇപ്പൊ പരിചയം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഫോറസ്റ്റുകാർ പട്ടാസ് ഒടിച്ച കേട്ടില്ല. അതാണല്ലേ സംഭവമാണ്. ഇപ്പൊ കോഴിക്കോട് ഞങ്ങളും പട്ടാസ് ഒട്ടിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് വെറുതെ പൊട്ടിക്കാം ആനല്ലെങ്കിലും അല്ലേ? അപ്പളേ നമ്മള് പമ്പാട് കോളേജ് ടൗണിൽ നിന്നാണ് പമ്പാടിൽ നിന്ന് ഞങ്ങൾ വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പത്തെ ഈ ചെറുപ്പത്തിൽ നല്ലൊരു അതായത് ഒരു പതറലുണ്ട്. കാരണം വെച്ചാൽ ആനന്റെ കാര്യം എന്ന് പറഞ്ഞാല് ആന നമ്മളെ സാധാരണക്കാരനല്ല. നമ്മൾ നല്ലോണം കരുതണം.
ആനണ്ട് തീരുമ്പോൾ നല്ലോണം കരുതാണ്. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് വരില്ലെന്നാ പറയുന്നത്. കാരണം എല്ലാവർക്കും ഷോക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സേഫ്റ്റി ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവരെ ചുറ്റി അങ്ങോട്ടും കൊണ്ട് ഇവരെ എങ്ങോട്ട് മാറുന്നത് ഞങ്ങൾ ഒലപ്പം ഉണ്ടാവും. ഉള്ളിലേക്ക് നിങ്ങൾ ഒരു പ്രശ്നം വരില്ല. അതാണ് നമ്മളെ കൺസ്യൂമർ കാണിച്ചു കൊടുക്കും. അതാണ് ഇവിടെ ഫുള്ള് സേഫ്റ്റി ആട്ടോ, ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓഫ് ആക്കിയിട്ട് ആന വന്നത് ആന നമ്മൾ ഗേറ്റ് മാറ്റി ഇവിടെ ആയിരുന്നു. ആ സ്പ്രിങ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയിനിന്റെ അടിയിൽ കൂടെ കിടന്നു വന്ന് അതിന് വീടിന്റെ തന്നെ ആ വീടിന്ന് കാണിച്ചു കേട്ടോ. വീട് കാണിച്ചു തരും. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ പിന്നെ പെണ്ണുങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇവിടെ എന്താണ് നടക്കുന്നത്. ആനന്റെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. അതെ, ഇവരൊന്നും കണ്ടിട്ട് കാരണം വെച്ചാൽ ഈ പ്രോപ്പർട്ടി പറയുന്നത് പക്കാ ഫോറസ്റ്റിന് സെന്ററിലാണ് അല്ലേ? ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എങ്കിൽ പോലും അങ്ങോട്ട് ഉള്ളിലൊക്കെ താഴെ രസിയാക്കത്തിന് ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിന് ഒരിക്കലും ഇങ്ങനത്തെ സേഫ്റ്റി ഇതൊന്നുമില്ലല്ലോ. ഉണ്ട്. അതാണ് പോലെ നൃത്തം. അതാണ് നല്ല പൊള്ള റബ്ബർ ആണല്ലേ. വന്നിട്ട് റസിയാക്ക ഞങ്ങള് റസിയാക്ക എങ്ങനെയുണ്ട് ഞങ്ങളത് അതായത് ഞങ്ങൾ തമ്മിൽ ആ സ്നേഹം എങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലേ? അതാണ് നമ്മളതിന്റെ പേരും തരോ, സ്നേഹം മാത്രം. നമ്മളിപ്പോ ആ മുന്നിൽ പറയുന്നത് തന്നെ സ്നേഹം മാത്രമാണ്. അപ്പൊ റസിയാക്ക് മനസ്സിലാക്കുന്ന സംഭവം അടിപൊളിയല്ലേ? അതന്നെ കണ്ടോ, സെറ്റാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇത് പരിപാടി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇനി ഓരോന്നോരോന്ന് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പൊ ഇന്നാ നമ്മൾക്ക് ഗ്രില്ലിന്റെ കാര്യത്തിലേക്ക് കടക്കല്ലേ ചെയ്തക്ക അല്ലേ? അറ്റാക്കല്ലെന്നാ ഇബ്രാഹിക്ക് വരുന്നുണ്ട്. ഇബ്രാഹിക്ക് ആക്കണ് നമ്മളെ ഇബ്രാഹിക്കിന്റെ തകയത്തെ കെട്ട മെയിൻ അതെ. അത് നിങ്ങൾ ഇപ്പോഴും പാരമ്പര്യമായിട്ട് അല്ലേ? അതുണ്ട്, അത് നമ്മളെ ശീലായി പോയി. അല്ലേ? അത് ഇനി പാന്റ് ഇട്ടാലും ശരി തലമ കെട്ടുണ്ടാവും. അതാണ് അത് വേണം നിങ്ങക്ക്, അതാ രസം നിങ്ങക്ക്. അടിപൊളി മസാല. അപ്പുറത്ത് ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്. ഇതാക്കണ്ട് ഇബ്രാഹിക്ക സിനിമക്ക് വെക്കാൻ പോണ്. അപ്പൊ ഞാൻ ചിക്കൻ ഇവിടെ റെഡി അങ്ങോട്ട് വെക്കാൻ നിൽക്കാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റഷ്യാക്ക പറയാൻ കേട്ടോ. ഒരു കുഴപ്പമില്ല. അതല്ല നമ്മള് റഷ്യാക്കാന്റെ മോഡലിൽ നമ്മളെ മോഡലൊക്കെ ഇത് നോക്കണം. എങ്ങനെ അതിന്റെ വെപ്പിന്റെ ഇത് നമ്മൾ നോക്കണല്ലോ. ഒന്ന് ഒരു സകച്ചുണ്ടായിക്കോട്ടെ അല്ലേ? കുറച്ച് വിട്ടു ആയിക്കോട്ടെ. അപ്പം ഇതാണ് നമ്മളെ ഇനി എന്താ മസാല ഇതാണ് നമ്മളെ കണ്ടോ. ഇതാണ് ചിക്കൻ്റെ സെറ്റ് സാധനം കേട്ടോ. മസാല അടിപൊളി കേട്ടോ. എന്തായാലും നമ്മളിതൊക്കെ അത്യാവശ്യം ഉണ്ടാക്കുന്ന ആളെന്നെ റസിയാക്കാം. എന്നാലും പക്ഷെ നിങ്ങളത്രക്ക് പേര് എനിക്ക് അറിയില്ല. അതായത് നിങ്ങൾ നോക്കിയാലും ഇപ്പം ഉച്ചക്കത്തെ ഞങ്ങൾ നോക്കിട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കണേ നിങ്ങളെ മസാലേന്റെ സെറ്റ് ഞങ്ങൾ മനസ്സിലാക്കണം. നിങ്ങള് പിന്നെ സുർക്ക തൈര കൂട്ടുണ്ട് ഇതില് ചെറുതായിട്ട് ഉണ്ട്. അതായത് മസാല നല്ല സെറ്റ് ആയിക്കണം. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല കൂട്ടാണ്. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ല, അപ്പൊ നമുക്ക് മനസ്സിലായില്ല നമുക്ക് പൊളിയല്ലേ. പിന്നെ ഓരോ കൈപ്പുള്ളി എന്നാ പറയാ. കൈപ്പുള്ളി അല്ലല്ല കുറെ ഞാൻ പറയും. പക്ഷേ ഒരുപാട് മസാല കൂട്ടിയെടുക്കാൻ വരില്ല. അതിക്ക് ചേരിന്റെ ചേരണം അല്ലേ? അതാണ്. അല്ലാതെ നമ്മളിത് പൂട്ടുക അഞ്ഞൊന്ന് പൂട്ടുക നമുക്ക്. ഇതാണ് നമ്മളെ കണ്ടോ നമ്മളെ ഡയറക്ടറൊക്കെ ഉണ്ടോടാ, ഡയറക്ടർ ഷാനു. ഒരിച്ച കോയിന്റെ മണം കണ്ട് എവിടെയോ കറങ്ങി നടക്കുന്നത് കണ്ട് ഏതായാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു ഫയർ ക്യാമ്പ് സെറ്റ് ആവുന്നുണ്ട്. സലീമക്കന്റെ ചൂടുകളുമായിട്ട് ഇതാ ഇനി നമുക്ക് ഇത് ഇങ്ങനെ മിന്നി കൊടുക്കണം അല്ലേ? ചെറുതായിട്ട് കൊടുക്കണം. അത് വീശാൻ വേണ്ടി നമുക്ക് അസിയെ ക്ഷണിക്കാം. യെസ്, അസിയാണ് വീശാ സാറ്. തീരെ ഇവിടെ പക്ഷെ കൈയും മുളക് പൊടിയാണ്. അത് മുഖത്ത് വെച്ചാൽ മതി. മുഖത്ത് ഇങ്ങനെ അങ്ങനെ പറയാണ്ട് മുത്തേ. ഞാനും നിങ്ങളെ വണ്ടി പോകുന്ന ആളല്ലേ. നമുക്ക് ഞാൻ തീമൊക്കെ നോക്കുക. അതെന്താ പരിപാടി നോക്കുക. നമുക്ക് നമുക്ക് ഇത് ഇവിടെ നോട്ടല്ലേ ഇങ്ങനെ തന്നെ. സംഭവേ തേയില അല്ലേ? തേയിലന്റെ തലത് അല്ലേ? നല്ല അടിപൊളി ഒക്കെ ഉണ്ടല്ലേ? മിക്സ് ആണല്ലേ? ഫുൾ സെറ്റപ്പ് ആണ് ഇവിടെ. ഇടയ്ക്ക് ഇങ്ങനെ മസാല കഴിച്ച് മസാല ബാസിക നല്ല പനിയാ. ബാസിനെ വിളിച്ച് നല്ല പനിക്കുണ്ട്. നല്ല തണുപ്പ്, നല്ല ചിക്കൻ പൊരിച്ചത്, ചിക്കൻ ചൂട്ടത്. അസി വീശുന്നു. അസിയുടെ വീശല് കാണാൻ നോക്കി. ആ ഉത്തിജന ആള് കത്തിയില്ല അങ്ങോട്ട് സെറ്റായി. ഈ സെറ്റായി
ഇതാണ് പരിപാടി. ഇത് ഇനി കത്തിക്കാണെങ്കിൽ വരൂല്ലേ? ആ അപ്പൊ കണലായിട്ട് കിടക്കും. സലീമക്ക ലെങ്കുണ്ട്. ഔ തീയിൽ കുതിർന്ന സലീമക്ക. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം കണ്ടോ. സലീമക്ക അവിടെ വെക്കി അവിടെ ഫുൾ തീ. എന്താ ഫയർമാനോ? സംഭവം അത് ഇതിങ്ങനെ കത്തിപ്പാടുകയാണ് കണ്ടോ. അടിപൊളി. ഫയർ ക്യാമ്പ്. പിന്നെ ഇവിടുത്തെ പ്രതി നമുക്ക് യാതൊരു നോയ്സോ കാര്യങ്ങളില്ല. ഇവിടെ ഒരു വാഹനത്തിന് ഒച്ച അങ്ങനത്തെ ഒരു സംഭവമല്ല. ഫുൾ സൈലന്റ്. നമ്മളെല്ലാം ചെയ്താലും നമുക്ക് ക്ലിയർ കിട്ടും. അതാണ് നാട്ടിൻപുറത്ത് ഉറങ്ങണ മാതിരി ഒന്നല്ല, ഒച്ചും വിളിയൊന്നുമില്ല, സൈലന്റ് ആയിരിക്കും. സൈലന്റ് ആയിട്ടിരിക്കും. പണ്ടത്തെ മാതിരി പൂച്ചകളെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, പ്രാണികളെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതെ, വേറെ വണ്ടികള് ഗിണ്ടികള് ഒന്നും ഉള്ളി നാച്ചുറൽ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നാച്ചുറൽ. ഏതായാലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രോപ്പർട്ടി അടിപൊളിയാ. പറയാനുണ്ടോ? കാരണം ചിലപ്പോ ആ സെറ്റാണ്. വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടോ. ഇനിയിപ്പോ എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയില്ല. സാധാരണ നമുക്കൊരു ഹോം സ്റ്റേയിൽ പോയാൽ നമുക്കൊരു ഇവിടെ നമുക്കൊരു ഫ്രണ്ട്ലി മൈൻഡ്, ഒരു ഫാമിലി മൈൻഡ്. എല്ലാവരും ഒരു ഇബ്രാഹിക്കാൻ രക്ഷിക്കാണെങ്കിലും നമ്മള് ഒരാളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ലൊരു അതിപ്പോ എന്താ പറയാ, നമുക്ക് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല സെറ്റാണ്. നമുക്ക് എല്ലാം നമ്മളെ ചെയ്ത വൃത്തിയും കാര്യങ്ങളും വൃത്തിയും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. ഇവിടെ പൂളുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനിയിപ്പോ സെക്യൂരിറ്റി ആയിട്ട് നമ്മളിവിടെ നിന്ന് കൊടുക്കും. ഇനി ഫാമിലി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ സേഫ് ആണ് അല്ലേ? സേഫും ആണ്, സറൗണ്ട് എല്ലാം ക്ലിയറും ആണ്. അത് മതി. അത് പോരാ. നമ്മളെ ഇബ്രാഹിക്കാൻ രക്ഷിയാക്കാൻ ഈ വാക്കുകളാക്കണം. അതില്ലേ അതൊരു സെറ്റല്ലേ എടാ. ഓലല്ലേ ഇപ്പൊ നമ്മുടെ ധൈര്യം. നമ്മൾ എവിടുന്ന് വന്ന മനുഷ്യന്മാരാ. നമ്മളോട് ഓലി നമ്മളെ പുത്തുന്നത് നമുക്ക് വലുത്. നല്ല തണുപ്പാണ് ഇവിടെ. നല്ല ചൂടുണ്ടാ ഇവിടെ ചൂടുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട്. ചൂടുണ്ട്. ഈ സാധനം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഈ വെണ്ണെല്ലാം പറയാൻ പെട്ടെന്ന് കഴിയില്ല അല്ലേ? ഈ ചുള്ളിയിലെ വറകള് വേറെ ഉണ്ട്. ഇനി വെക്കും അല്ല, ഇനി വെക്കുന്നല്ല, നമ്മളെ വെക്കണി വെക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് ഇവിടെ പരിപാടി. അവിടെ കോഴി ചൂടുന്നത്, ഇവിടെ തീ ഇടുക, ഇവിടെ മനുഷ്യനെ ചൂടാ, തണുപ്പ് കറ്റാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നുകൊണ്ട് ഒരു പ്രശ്നം. ഇപ്പൊ റസിയൊക്കെ പറഞ്ഞു രാത്രി തണുപ്പുണ്ടാവും നല്ല. പക്ഷെ തണുപ്പ് നമ്മൾ ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. എന്നാൽ ചെറുങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് സൗകര്യം ചെയ്തു ഇല്ലേ? തണുപ്പില്ലാന്നോ നിങ്ങള് പൂച്ചാളിപ്പോ എങ്ങനെ വരച്ചേ? അതുണ്ട് വെള്ളത്തിച്ചാടാ, നല്ല തണുപ്പുണ്ട്. അതിന് ഇപ്പത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞത് ഞാൻ ഹാപ്പിയാണ്. സൂപ്പർ. നിങ്ങൾ 4 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ ഇതേമാർക്ക് ഇങ്ങനെ ആൾക്കാർ ഇപ്പൊ ബ്ലോഗിന് ചെയ്യാനൊക്കെ ഓരോ കാര്യം ആൾക്കാർ വരുന്നുണ്ടല്ലോ. അതിൽ ഞാൻ ചോദിക്കാനൊക്കെ അത് അത്രയും അതായത് ഇത്രയും വന്നതിന് ശേഷം ഋഷിയൊക്കെ വന്ന ആൾക്കാരിൽ ഞങ്ങൾ എങ്ങനെയാണ് ഋഷിയൊക്കെ മനസ്സിലാക്കി പഠിക്കണേ? നമ്മൾ മലപ്പുറത്ത് ഉസാറാണ്. ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കേറിങ്ങാണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കേറിങ്ങാണ്ട് വരികയല്ലേ ചെയ്തത് അല്ലേ? അത് തന്നെ അതാണ് നമ്മളെ മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം ഇവിടെ നമുക്ക് വന്ന് ഞാൻ 4 കൊല്ലായി മലപ്പുറത്ത്. അതാണ് എന്ത് വേണോ? നല്ല പനിയാണ്. പനി പോരാഞ്ഞിട്ട് നല്ല തണുപ്പും. നല്ല തണുപ്പാ. അവിടെ പോയിരുന്നില്ല. ക്ലാസ്സിൽ പനിച്ചു സാറേ ഉറങ്ങിട. പനിയുടെ വിവരം പറഞ്ഞ് ഉറങ്ങാ. റെസ്റ്റ് എടുക്കുക. ഉറക്ക് നമ്മളെ നാടിന്റെ സുഖം കൊണ്ട് ഉറങ്ങണം. നോക്കര് നമ്മളെ നാടിന്റെ സുഖം കൊണ്ട് ഉറങ്ങുകയാണ്. ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉറങ്ങാൻ വേണ്ടത്. അല്ലാതെ ഇപ്പൊ AC വേണ്ടേ? ഇവിടെ AC വേണോ? ഫാൻ വേണോ? ഇവിടെ തിന്നാ ഉറങ്ങാ, വേറെ പരിപാടി ഇല്ല. ഇവിടെ സെറ്റല്ലേ, സാറാണ്. ഞാൻ അതിന് സാറാട്ടോ അഗ്രഹണിനാ. അത് മറ്റേ ഭാഗമാണ്. എന്താ നോക്കണേ? ഉറങ്ങി നീച്ച് വരിക. എന്താ പറയാ സെറ്റോ. എന്താ ചൂട്, എത്ര വിട്ടുന്നില്ല. ഭയങ്കര ചൂട് പറയുന്നത് ദമ്മായിട്ട് ഭയങ്കര ചൂടായി പറഞ്ഞു. അല്ലാത്തല്ലേ?
റെഡി റെഡി അൽഫാം റെഡി പൊളിക്കും. നെയ്ച്ചോറും കൂട്ടി അടിക്കട്ടെ നമ്മള്. നെയ്ച്ചോറുണ്ട്, നല്ല കച്ചമ്പറുണ്ട്, അടിപൊളിക്കും. എല്ലാം നമ്മളെ റഷീദ് ഖാന്റെ ഷെഫ് റഷീദ് ഖാൻ, ആൻഡ് ഇബ്രാഹിം ഖാൻ. ആയിരം ഇതായ പരിപാടി ആയിരേ. മസാലക്കൂട്ട് ഒരു വെറൈറ്റി സാധനം. അങ്ങനുണ്ട്. ഷെഫ് റഷീദ് ഖാൻ. പക്ഷെ ഇതൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളല്ല. നിങ്ങൾ ദുബായിൽ പോയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നിക്കി അല്ലേ? ഫിറോസ് കുന്നംപറമ്പില് അതെ, കളിയാക്കല്ല. ഫിറോസ് കുന്നംപറമ്പില് ഇങ്ങനെ ഉണ്ടാക്കൂല. ഗായ്സ് പോട്ടെ വണ്ടി. പെർഫെക്റ്റ്. നമ്മ ഫുഡില്ലേ അല്ലേ? ഫുഡ് റെഡിയാണ്. ഇവിടെ ഗ്രില്ല് ചെയ്ത് കഴിച്ചു. ചിക്കൻ ഇതുണ്ടായിനോ? ഇത് നമ്മളെ എമ്പാടും. പിന്നെത്താ നമുക്കാണ് സെർവ് ചെയ്യാല്ലേ ഫുഡ്? എന്നാ നമുക്ക് ഫുഡ് കഴിക്കല്ലേ? ഫുഡ് കഴിക്കാല്ലേ? നല്ല വിശപ്പുണ്ട്. അടിച്ചാലേ സെറ്റ് കഴിക്കാനോ. ഫുഡ് ചവിട്ടാൻ മതി. അതാ ഇങ്ങനെ കിടക്കുക. അങ്ങനെ നെയ്ച്ചോറെത്തി. 6 ഏഴാൾക്കാരല്ലേ നമ്മള്? 7 ആൾക്കാരുണ്ട്. ഓ അടിപൊളി സാധനം. 7 ആൾക്കാര് 5 ഏഴാൾക്കാരുണ്ട്. ചിക്കൻ മാറുന്നതിനുള്ളില്ലേ? ചേട്ടാ എല്ലാരും ആ പരിപാടില്ല. അല്ലാത്ത പരിപാടി നമുക്ക് ഒരുമിച്ച് പരിപാടി. കച്ചമ്പറ് മസാല അടിപൊളി മസാല. ഞാൻ പൊട്ടണോ?
തീറ്റളിയോ അല്ല എത്താണ് ചുറ്റൊന്നും കാണില്ല എനിക്ക് ടേസ്റ്റ് കൊണ്ട് പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചേറൊക്കെ ഉണ്ടായിട്ടോ അല്ലേ കള്ളനും പോയിട്ടുണ്ടല്ലേ പഴയ ഓർമ്മകൾ നമുക്ക് അഴവിറക്കണം. നീ മുഖ്യമന്ത്രി നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അത് നിങ്ങളാവും. അപ്പളേ ഇനി ഫുഡിന്റെ വീഡിയോസ് കൂടുതൽ കാണിച്ചിട്ട് പ്രശ്നമില്ല. നമ്മളിന്ന് ബാക്കി പിന്നെ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ. രാവിലെ തന്നെ 2 പ്രഭാത കിളികളെ കണ്ട് ഞങ്ങൾ ഉണർന്നു. അത് പോയി ചോറിക്കുന്ന സാധനം പോയി എല്ലാം പോയ സ്ഥിതിക്ക് മഴ പെയ്തപ്പോ ആ പേരിന്റെ മുതല് സിനിമക്ക പല്ലേച്ചോ അതന്നെ കോൾഗേറ്റ് ഒക്കെ ഇറക്കണം. അവിടെ ഹോസ്പിറ്റലേ നിങ്ങളുടെ കുഞ്ഞിയുടെ രഹസ്യം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല. അപ്പൊ തേക്കണില്ല. മേലെ ജോലിച്ചോ ചായ അടിച്ചെന്നാല് മിക്കരിയാ പൽപ്പൊടിയോ അത് മതിയേ. കാലത്തിൽ നേരം വെളുത്തില്ല പറയല്ലേ. നല്ല റേഞ്ച് ആട്ടോ. കാരണം ഇന്നലെ കുളത്തില് ഒരു 10 വട്ടത്തെ വിളിച്ചു പോയിരിക്കുന്നു. അന്ന് കാണുന്നുണ്ട്. കാണുന്ന കൊല്ലൊക്കെ വരുത്താറുണ്ട്. സാറല്ല നമ്മളൊരു വിജയത്തിന് വേണ്ടിട്ടല്ലേ. അതെ. അപ്പൊ നമ്മള് രാവിലത്തെ സുലൈമാനി അല്ലേ? എന്താ പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങില്ല സൈമക്ക? സൈമക്ക അത് ഉറങ്ങിയത് സുഖം ഇബ്രാഹിരിക്കോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ കടക്കുക ഇടക്കിടക്ക് കാണാം. ഇതിനെ കാണില്ല. ഇതുണ്ടാക്കിയതാ ആര് നമ്മളെ റഷീക്ക പോയോ? പ്രശ്നം കാണാൻ ചോക്കണ്ടപ്പോ ഞാൻ 20 വട്ടം വിളിച്ചിരുന്നല്ലേ. കൊറേ റീടേക്ക് വയ്ക്കണേ. അല്ലേ മാത്രം എടുത്താൽ നമ്മളെ എന്താ പറയാ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു മോർണിംഗ് വ്യൂ കാണിച്ച കേട്ടോ. നല്ല ആംബുലൻസ് ആണ്. നമ്മള് അങ്ങനെ വീണ്ടും നമ്മളെ സിഗ്നൽ ബോർഡ് എടുത്തുകൊണ്ട് പോവാണ്. രാത്രി പോയതാണ്. ആരും പോയേക്കല്ല. ഞങ്ങൾ പോയേക്കട്ടെ. സിഗ്നൽ ബോർഡ് ഒറ്റക്കാണ്. അപ്പൊ നമ്മള് ഗേറ്റ് തുറക്കാണ്. ഗേറ്റ് തുറന്ന് ഞങ്ങൾ കേറി. ഇതാണ് നമ്മളെ ഇന്നലെ ഫുള്ള് ഇതിൽ തന്നെ കേട്ടോ. മുപ്പട്ട കുളിച്ചോക്കും റീലും വേണ്ടി. പൊന്നെ സിമ്മ് ഫുള്ള് പൂതി മതിയായി മതിയായെങ്കിൽ ഇപ്പൊ ചാടങ്ങളും കൈക്ക് ഇപ്പൊ ചാടണമെങ്കിൽ ഞാൻ കടക്കും ഉറപ്പാണ്. ഫോട്ടോ പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റാണ്. ഇത് കഞ്ഞിക്കണോ? നനവുണ്ടാവും. അടിപൊളി സ്ഥലം. നനവില്ലല്ലേ? ഉണങ്ങിക്കണ്. അടിപൊളി സ്ഥലം. ഇത് കാട്ടി കൊടുത്തു നമ്മള്. അത് കാണിച്ചത് ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചോക്കല്ലേ? അല്ലേ? അടുക്ക് അടിപൊളിയാ. സെറ്റ് അതൊക്കെ കിട്ടൂലേ? ആ കാപ്പി നമ്മളെ തേയിലന്റെ കിട്ടുമോ? കിട്ടി. നമുക്ക് ഇറങ്ങാൻ മാർഗം അയക്ക് പുറത്തോടെ കണ്ടിരും. നമുക്ക് പോകാൻ കിട്ടും. ഇതാ കണ്ടോ ഇവിടെ വെച്ചാല് ഈ സാധനം ഇത്
ഈ കമ്പി ഇട്ടിട്ട് അപ്പത്തൊക്കെ ഷോക്ക് കൊടുത്തേക്കാണ്. ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ മൃഗങ്ങളെ ഫോട്ടോ കൊടുത്തേക്കാണ്. ആന, കടുവ, കരടി, തമിഴ് പറയും കരടി, ആന, യാന, കരടി, സിംഹ, പുലി 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 പുളി ഇരിക്ക് ഫുള്ള് ഡേഞ്ചർ. അപ്പുറത്തേക്ക് പോയാൽ ഫുൾ ഇങ്ങ ഡേഞ്ചർ. വന്നാല് പോക മുടിയാത്. അത് പോയാ കടുവ എന്നെ ചെയ്യും. നമ്മളൊന്നും സേവ് വേണ്ട, കടുവ സേവ്. ரொம்ப കേളിപ്പെട്ടിരിക്കടാ. കടുവ ഇല്ല നാട്ടില് വന്നാല് കടിച്ചു പോയിടും. നമ്മ കേരള ആൾക്കാരെ ഫുള്ള് കടിക്കും. കേരള ആൾക്കാരെ നോക്കി കടിക്കും. കേരള ചോദിക്കും അല്ലെ? കേരള ആൾക്കാർക്ക് കടുവ ഡേഞ്ചർ. തമിഴ്നാട് ആൾക്കാർക്ക് കടുവ മുഖ്യം. இந்த பந்தலூர் வந்துட்டு ഞങ്ങള് ரொம்ப ஹாப்பியா இருக்கு. பந்தலூர் வந்துட்டு சூப்பர் நல்ல பஸ்ஸம் இருக்கு, ஸ்விம்மிங் பூல் இருக்கு, எல்லாம் இருக்கு, காபி தோட்டம் இருக்கு. ஓ எல்லாம் சூப்பர். സുഖം സന്തോഷം എല്ലാം ഇருக்கு. എല്ലാം இருக்குடா. ഇനി ഇവിടുന്ന് പോണോ? ചായക്കടിക്ക് പോണോ? നമുക്ക് ഇവിടുന്ന് പോണ്ടെന്നിപ്പോ എല്ലാരും അഭിപ്രായമാണ് ഇപ്പൊ നമുക്ക് വരുന്നത്. കാരണം നാട്ടിക്ക് പോയാല് പിന്നെയും വേണ്ടേ ആ ഹോട്ടല് കൊറേ ഞങ്ങൾ നിന്നു. അപ്പൊ മാറ്റത്തിന് വേണ്ടിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ പിന്നെ നമുക്ക് പോകാനും തോന്നില്ല. ഇവിടെ മാറ്റങ്ങളേ ഉള്ളൂ. ഇവിടെ ഫുള്ള് മാറ്റങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരു ദിവസം ഒരു ബ്ലോഗ് എടുത്താൽ അടുത്ത ബ്ലോഗ് എടുക്കാൻ നമുക്ക് ഭയങ്കര ത്രില്ലുള്ള സ്ഥലമാണ് അത്. ത്രില്ലുള്ള സ്ഥലം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോൾ തോന്നും അപ്പുറത്തേക്ക് പോകണം, അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് വരണം. എവിടെ നോക്കിയാലും ഇപ്പൊ ജോലിക്കാരൊക്കെ വന്നിക്കണ്. ആ പണിക്കാർ 8 മണിക്ക് പോലെ സറാം എന്താ സേറം സേലം. അല്ല പിന്നെ ഈ 8 മണിക്ക് കൂക്കണീന്റെ പേരെന്താ? സൈറനൊക്കെ പറഞ്ഞപ്പോ സൈറനാണ്. 8 മണിക്ക് സൈറൻ മുഴങ്ങും, 5 മണിക്കും മുഴങ്ങും. അതായത് പണിക്കാർക്ക് 8 മണിക്ക് ഉള്ളത് പണിക്കാർക്ക് കയറാൻ, 5 മണിക്കുള്ളത് ഇറങ്ങാൻ. അത് ഇവിടുത്തെ ഒരു കമ്പനിയാണ്. എസ്റ്റേറ്റ് നിയമാണത്. പണ്ടൊക്കെ നമ്മളവിടെ ഉണ്ടായില്ലേ? ഇവിടെ ഇഷ്ടിക കമ്പനിയൊക്കെ എപ്പോഴും കാണുന്നത് അല്ലേ? നമ്മളവിടെ ഇതുണ്ടായിനി ആദ്യം. നമ്മളവിടെ ഇപ്പോഴും ഇഷ്ടിക കമ്പനിയിലുണ്ട്. ഇഷ്ടിക കമ്പനിയിലൊക്കെ ഇപ്പൊ ചില ഇഷ്ടിക കമ്പനികളൊക്കെ ഓട്ടും കമ്പിയിലൊക്കെ എപ്പോഴും ഉണ്ട് സൈറൻ മുഴങ്ങും. പക്ഷെ നമ്മളവിടെ അധികം ഇല്ല. അതേമാതിരി പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നോമ്പിന് നമുക്ക് പിന്നെ വെടിപൊട്ടലേനി. വാങ്കല്ല വെടിപൊട്ടുമ്പോൾ നമ്മള് അറിയാം ആദ്യമൊക്കെ. ഇപ്പോഴായപ്പം വാങ്ങി കൊടുക്കും നമ്മള് നോമ്പ് തുറക്കാൻ തുടങ്ങിയത്. അന്ന് അങ്ങനെയല്ല, അന്ന് ഇടിയെ പൊട്ടി ഒരു വെടി പൊട്ടും. അത് പൊട്ടും. അവര് ആൾക്കാർക്ക് അത് കേൾക്കും, അധികം ദൂരത്തൊക്കെ കേൾക്കും. അത് ഓരോ പള്ളി ഒരു പരിധിക്ക് ഇത്രയും നേരം കണ്ടാണ് അത് പൊട്ടുക. അപ്പൊ മാറ്റങ്ങൾ വന്നില്ലേ? ഒരുപാട് മാറ്റങ്ങൾ വന്ന്. എന്നാലും എന്താ പറയുക, എത്ര മാറ്റങ്ങൾ വന്നാലും നമ്മളൊന്നും മറക്കാൻ പാടില്ല. അതാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ നമ്മൾ ശരിക്കും ഓർമ്മ വേണം. നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് കാലത്തിനനുസരിച്ച് അങ്ങനെ കോലം മാറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം. എല്ലാം മാറിക്കണേ. നല്ലൊരു മല ഉണ്ട് അവിടെ. ഭയങ്കര സംഭവം. അത് ഇത് കിട്ടും. അത്രയും ദൂരത്താണ് മല എടുക്കണോ? നേരെ നോക്കിയാണ് മല കാണാം. കാണുമ്പോ അത്ര തോന്നില്ല. ഇല്ലല്ല അത്ര തോന്നിച്ചില്ലത് കണ്ടോ. ബസ്സിൽ മൂട്ടിയൊക്കെ പറഞ്ഞല്ലോ. രാവിലെ തന്നെ കച്ച വാങ്ങാം. കുളിച്ചോ ഇതൊന്നോളി. അങ്ങനെ ബിസ്ക്കറ്റ് ഫുള്ള് കുളിച്ച എത്ര ബട്ട കുളിച്ചറിയാം. ഹാപ്പി സെറ്റാണ് ഇവിടെ അല്ലേ? നമുക്ക് മാറി ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ തോന്നും. ഇവിടെ പോകാൻ തന്നെ തോന്നില്ല. ഇപ്പൊ ചൂടൊക്കെ വേണല്ലോ ഇപ്പോഴോ? കാലത്തില് കുളിച്ചു പോരാ. ഒന്ന് കുളിച്ചിട്ട് നമുക്ക് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് കുളിക്കണം. അത് ആസിഫിക്കെ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ, നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം
അതിനുള്ളിൽ നക്ഷത്രത്താലി ചാത്ത പാലൊത്ത ചേലത്തൊരു മാധമുണർത്തുന്നു കുളിരിനോ കൂട്ടിനോ എൻ്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ വടുക്ക് മാള കെട്ടി പൊണ്ണുക്കൊരു സല കെട്ടിപ്പാറ് ഭൂമിലകമ്മച്ചും മടിക്കെട്ടി നമുക്ക് ഹായ് നമ്മൾ ലൈവിൽ പോയി കേട്ടോ യൂട്യൂബില്. സലീമാക്ക ലൈവൊക്കെ കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ റെഡി? ഫുഡ് കഴിക്കാൻ പോവാം. അടിപൊളി താഴത്ത് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ, എന്തെങ്കിലും കഴിക്കണ്ട, വയറ്റിലേക്ക് ചെല്ലണ്ട, എന്തെങ്കിലും നടക്കാൻ പറ്റണ്ടേ? ഭക്ഷണത്തിന് എത്തിക്കൊണ്ടിരിക്കും. ആസിഫ് അപ്പം തന്നെ ആസിഫ് നല്ല രസിക്കുന്നു. ഒരു പ്രത്യേക ഞങ്ങള് 3 നേരം ഫുഡ് കഴിക്കുമ്പോൾ ആസിഡ് ഫസ്റ്റ് ഇവിടെ എത്തുക. അതിപ്പോ ഇഡ്ഡലി സാമ്പാർക്ക് ചട്നി ഉണ്ട് ഊത്തപ്പം. പിന്നെന്താ ഊത്തപ്പോ? നമുക്ക് കഴിക്കാം, ഫുഡ് കഴിക്കാം. എനിക്ക് ഭക്ഷണം വേണം, നല്ല വിശപ്പുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ സാപ്പി പിടിക്കാം കേട്ടോ. കുളുകുളു ഊട്ടിന്ന് പറഞ്ഞ ഭയങ്കര തണുപ്പാ. ഞങ്ങൾക്ക് അറിയില്ല, സത്യം പറ. ഇത്ര വിറക്കലുണ്ട് ഞങ്ങൾക്ക് അറിയില്ല. സത്യം പറ. ആ തുടങ്ങി കുടുങ്ങി ഞങ്ങൾ സത്യം പറ തുടങ്ങി കുടുങ്ങി. വിറച്ചിട്ട് വയ്യ. പിന്നെ ഞാൻ മിസ്റ്റർ കേരള കേരളത്തിൽ വിടും. തേയിലത്തോട്ടം നശിപ്പിക്കുന്ന ബാസി ഞങ്ങളിങ്ങനെ പോവാണ്. പിന്നെന്താ, 2 മാസം ഞങ്ങൾ പറഞ്ഞോട്. നമ്മള് സറൗണ്ട് വർക്കിന്റെ ഒരു മല്ലിലാണ്. മുതലാളിക്ക് കുറച്ച് കളറാക്കി കൊടുക്കണം അവിടെ ഷറാക്ക. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഇൻചാർജ് കാര്യങ്ങളൊക്കെ റഷീദൊക്കെ ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ പിന്നെ ഹാർഡ് വർക്കിൻ്റെ മെനു നമുക്ക് എടുക്കാൻ നല്ല താല്പര്യമില്ല വർക്കാണ് ഇത്. അതെ, അതുകൊണ്ട് നമ്മൾ ടൈം നോക്കൂല. എനി ടൈമും രാവും പാലൊക്കെ അങ്ങനെ എടുക്കലാണ്. അങ്ങനെ ഞങ്ങൾ പോകുകയാണ്. ഞങ്ങളെ കൂടെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് റഷീദ് ഖാനല്ല ഇബ്രാഹിഖാനി പൊക്കിയിട്ട് ഉള്ള യാത്രയാണ്. അപ്പോ പൊക്കി. നിങ്ങളിപ്പോ ഇത് പുറത്തേക്ക് ഇറക്കിയ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പൊ ബൈ നമ്മളെ വീഡിയോ അവസാനിക്കാണ്. അപ്പോ ഇനി കാറിലെ യാത്രകളോ വീഡിയോസ് ഒന്നുമില്ല. ബൈ. കളിക്കാൻ പോയിട്ട് ഇതാണ് ഞങ്ങൾ നിന്ന പ്രോപ്പർട്ടിയുടെ ചുറ്റുള്ള തേയിലത്തോട്ടം. ബൈ ഗൈസ്, ബൈ.